അണ്ണാണി മോൾ ഞാൻ നിനക്ക് അനിൽ മോഡിലോട്ട് ശ്രീമതി സുഗതകുമാരിയുടെ ഗുരാമില കുമാരിയുടെ കുരാമിയല്ല കുമാരി സുഗതകുമാരി എടാ ഈ പിള്ളേര് വളർന്നു സമയത്ത് ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയം ഭയങ്കര രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ടൈം ഭയങ്കര രസമാണ്, ഇവരുടെ സംസാരം കേൾക്കാനും ഇതാക്കാനും അതൊരു പ്രത്യേക ടൈമാണ്. അയ്യോ ഇവിടെ കൊറേ പേര് പറയണടാ ഇത് മറ്റേ സോംബി പടം എന്തോ ആണെന്ന്. അത് സത്യമാണോ? ആട് സോംബിയാണെന്നാ പറയണേ. എനിക്കറിഞ്ഞൂടെ ദൈവം അങ്ങനൊന്നും കൊണ്ടുവന്ന് നശിപ്പിക്കായിരുന്നാ മതിയായിരുന്നല്ലേ. നല്ലൊരു ടൈം ട്രാവല് സോംബി എന്താണെന്ന് പറയണ ആണ്. ചാൻസ് ഉണ്ട്. ആണോ? എനിക്ക് 1 ഉം 2 ഇഷ്ടമാ സത്യം പറയാലോ. അത് ഇനി ഇത് അടുത്തത് ഇറങ്ങി അത് കൊള്ളാം. Oh, what is this? This is a Hayabusa mating by fully gold. How much it is? 700,000 dirhams. Oh my god. 700,000 dirhams. എത്ര രൂപയാടാ അത്? റോട്ടിൽ ഓടിക്കാൻ പറ്റുമോ? Are these bolts in gold? Yes. I think. എടാ ഇതും കൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇതും കൊണ്ട് എടുത്ത റോഡിൽ ഇറങ്ങാൻ കണ്ട ഞാനൊരു ടിപ്പർ വാടകയ്ക്ക് എടുത്ത് സൈഡ് വരച്ചോണ്ട് പോയിട്ട് ആ സ്വർണം വിറ്റ് ജീവിക്കൂലേ? പിന്നെ ഒരു ബോൾട്ട് മതി. These are all fake diamonds. What? ടിപ്പറിന്റെ വാടകയ്ക്ക് എടുത്താൽ പോലും ലാഭമാണ്. It's a real Swarovski diamond. Oh, this bike is so big! Because it has a standing chassis and it's one of one in the world. This is a gold leaf and the paint costing 56,000 dirhams. Bro, the tire size is bigger than a Bugatti. Father, the tire size is 360. I'm sure it's just a showpiece, huh? What? It has a power add. It's by turbo and tune. It's a 400 horsepower. This paint is made by Mr. Dani, top 10 in the world. He's a crazy Hayabusa I've ever seen in my entire life. I would say this is the king of Hayabusa. Yes. What do you think? അടുത്തോടെ ദുബായ് പോകുമ്പോൾ മേടിക്കാം. Beware of the dog. എടാ ഇങ്ങനെ ഒരു ബോർഡ് എന്റെ വീട്ടിൽ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീരുവിനെ മേടിച്ച സമയത്ത്. ഇപ്പൊ അങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ നാട്ടിൽ വരുന്നവര് തന്നെ എന്നെ അടിക്കൂലേ? അപ്പോഴേ ആ ബോർഡ് ഊരിയുടെ തലക്ക് അടിക്കും. പിന്നെ അല്ലാതെ അവനെ കണ്ടിട്ട് എടാ അവനെ കണ്ടു കഴിഞ്ഞാൽ പേടിയൊക്കെ വരും. നിങ്ങൾ അകത്ത് കയറണം, അവന്റെ അടുത്ത് സംസാരിക്കണം, ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു സാധനം വെച്ചാൽ മുതലാവൂല. ഒരു വയസ്സായ ആള് എന്റെ അമ്മു കട്ടിങ്സ് ഒക്കെ കണ്ടോ? ഞാൻ എന്റെ കയ്യിലോട്ട് നോക്കിയപ്പോ ഉണങ്ങിയ കമ്പിരിക്കുന്ന പോലെ ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുന്നത്. ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പുള്ളി റിക്കവർ ആയി വന്ന ഒരു കംബാക്ക് ഉണ്ടല്ലോ, ഇതുപോലൊരു കംബാക്ക് ഞാൻ വേറെ ഒരാൾ ആ ആക്സിഡന്റ് പുള്ളിയുടെ മുഖവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി പോയി സത്യം പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിക്കവർ ആയി വന്ന് ഇപ്പോഴും ചെയ്യണ കണ്ട എന്റെ അമ്മോ കിടിലോ അല്ലേ? എന്ത് രസം, എന്ത് പെർഫെക്ഷനാ പുള്ളി ചെയ്യുന്ന ഓരോ സൗണ്ട്സും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്ത് കിടിലോന്ന് അറിയാം. എന്താ അനീഷേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാതെ വർത്താനൊന്നും പറയില്ലേ ഞാൻ അനീഷേട്ടാ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സുപ്രഭാതം ബിഗ് ബോസ്. ഹലോ നെവിൻ, നെവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ട. എല്ലാരും കളിച്ചത് കാട് മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ തുളസി ഉണ്ടല്ലോ, ഇരുന്നാലും കരയും കടന്നാലും കരയും, കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ, മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ട. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ആ ലാലേട്ടാ ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ട. ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഹലോ ആര്യൻ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല ചേട്ടാ. അപ്പൊ ആണെങ്കിൽ എപ്പോഴും പറയുന്ന ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചേട്ടാ. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? കളിയൊക്കെ സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. എന്താണിത്? എന്ത് Guys, നിങ്ങൾ ഇവിടത്തെ ബിഗ് ബോസിൽ ആരെയാ സപ്പോർട്ട് ചെയ്യണേ? അക്ബർ അല്ല, അക്ബർ. അതാരത് പറഞ്ഞത്? ഷാനവാസ്, എന്താണിത്? ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഇവരുടെ പേര് പോലും അറിയാത്ത. അല്ല, ഞാൻ കാണാറില്ല ഇവിടത്തെ സീരിയസ് ആയിട്ട്. ഞാൻ അങ്ങ് ബോംബെ പോയി. ബോംബെയില് പരിപാടി? ബോംബെയില് പാചകം തന്നെ. അവിടെ പാചകം? വീട്ടില ഹോട്ടലില? അവിടെ നമ്മുടെ ഷാരൂഖ് ഖാനില്ലേ, പുള്ളിക്കാരന്റെ വീട്ടിലെ പാചകം എനിക്കായിരുന്നു. സിനിമ നടൻ ഷാരൂഖ് ഖാന്റെ വീട്ടില? ലിപ്സ്റ്റിക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും, സുകുമാരാ മീൻ കറി ആണല്ലേ? ഭയങ്കര. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ മാറി. സംഭവം പുള്ളി പറയണം മനസ്സിലാവൂലെണ്ണ. അവന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ടായിരുന്നു. ആള് 2-3 ദിവസമായിട്ട് അത്ര നോർമലല്ല. കൊള്ളാം. ഇതിന്റെ റീമേക്ക് ആണോ? അയ്യപ്പനും കോശിയും. ഇത് റീമേക്ക് ആണോ കഴിച്ചത്? അയ്യോ, എനിക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടാ. ഇതെന്ത്? നോക്കണ എന്ത് ഒരു നോക്കൊരു ജസ്റ്റ് ഒരു പ്രൈവറ്റ് ബസ്സിനകത്തൊന്ന് ഇറങ്ങി വരുന്ന സീൻ തന്നെ എന്ത് സാധനമല്ലേ. ഇതെന്ത് ക്യാരക്ടർ ആയിരുന്നല്ലേ. Girls with the Snapchat. മുപ്പത്തെട്ട് വയസ്സ് ഉള്ള നമ്മുടെ ചെക്കനുണ്ടെന്ന്. അതാരാ? മെസ്സിനെ പറയണേ. മെസ്സി. ഓക്കെ ഓക്കെ. ये वरुण है, उन पे गया है। ये रोजी है, मुझ पे गया है। और ये जैक्सन है। जैक्सन किस पे गया? madam. Yes. Thanks. എന്തൊക്കെ സാധനങ്ങളാണ് ഇറക്കി വിടണ, ഇതൊക്കെ ആരിടണതൊക്കെ. ഹിന്ദി സിനിമയല്ലത്. കണ്ണൻ വാണം വിടുന്നത് നമ്മള് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതാ ദീപാവലി ആവുമ്പോ ഇങ്ങനെ കുറച്ചു പേര് കണ്ണന് വാണം വിടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കണ്ണന്റെ വാണം പോകാൻ സമയം എടുക്കുന്നു.
ചീറ്റി കണ്ണന്റെ വാട ചീറ്റി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊന്നും പൊങ്ങിയത് പോലും ഇല്ലടാ. എന്തൊക്കെ കണ്ണന്റെ വാടം ഇതെങ്ങനെയാ വാട്സപ്പിൽ ഷെയർ കാണിച്ചെന്നേടാ? ഇതെങ്ങനെയാ വാട്സപ്പിൽ ഷെയർ കാണിച്ചെന്നേടാ? അത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് സെലക്ട് ചെയ്തിട്ട് സെറ്റ്. എന്താ മോനെ? ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത് ഓർമ്മണ്ട? ഇല്ല. പഠിക്കാൻ അപ്ലോഡ് നിങ്ങളുടെ ആശാവേശേ സ്റ്റോറി ഇടണോ? കമ്പാരിസൺ ഇതില്ല അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ വെച്ച് കമ്പയർ ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊന്ന് വായിച്ചേടാ. മലയാളം അയ്യോ സത്യം. താഴത്തെ വീഡിയോ എന്താ? നിങ്ങൾ സത്യം വിചാരിച്ചിരിക്കുന്ന കള്ളങ്ങൾ ഈഗിളുടെ ഒന്ന് ലൈവ് ഇട്ടത് കാണരുത്. ഇതെനിക്കറിയാം ഇത് ഞാൻ കണ്ട സൗണ്ട് ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ബട്ട് ശരിക്കുള്ള ഈഗിളുടെ സൗണ്ട് ഇങ്ങനെയാണ്. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? I love you husband. I love you my wife and bye baby. Okay baby, I miss you. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഈ ചേട്ടാണ് ഞാനില്ല ജനറേഷൻ ഗ്യാപ്പ്. ഇത് ആർട്ടിസ്റ്റ് അത് ഞാൻ അടിയിൽ ശ്രദ്ധിച്ചില്ല കേട്ടാ. അപ്പൊ എല്ലാവരുടെ ഉറക്കം ശരിയായില്ലേ? സെറ്റായില്ലേ? നിങ്ങൾക്ക് സമാധാനം ഉറങ്ങാലോ ഇത്. ഞാൻ ഇനി പറഞ്ഞില്ല, ഈ ട്രോമയില് നിങ്ങൾ ഒരു ദിവസം ജീവിക്കണം. ഇതായിരുന്നു നമ്മുടെ അവസാന വീഡിയോ. ഇതായിരുന്നു ഇനി ഒരു വീഡിയോ പ്ലേ ആയില്ല. ഇത് ആലോചിച്ചിരിക്കണത് കേൾക്കാം. ഈ കൊച്ചു ഇറക്കന്റെ ഒക്കെ ചാറ്റ് നീ കാണാ. നല്ല തലവേദന. കിടന്നോ